പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M200 എന്ന പ്രിന്റർ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ആദ്യം പേപ്പർ ലോഡ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മോഡൽ പ്രിന്ററിന് റിയർ ട്രേ ആണ് വരുന്നത്. ഇവിടെ ഈ ബ്ലൂ ലിവർ നിങ്ങൾക്ക് പേപ്പർ സൈസിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പേപ്പർ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ല ഗുഡ് ക്വാളിറ്റി പേപ്പർ തന്നെ വെക്കണം. ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ പ്രിന്റ് ചെയ്യാൻ നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ പ്രിന്റർ ഡ്രൈവർ, അതായത് പ്രിന്റിങ് ചെയ്യാനുള്ള സെറ്റിംഗ്സ് ഒക്കെ എല്ലാം ഉള്ളൊരു സോഫ്റ്റ്വെയർ പാക്കേജ് ഉണ്ട്. അതിനാണ് ഡ്രൈവർ എന്ന് പറയുക. അത് മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് പ്രിന്റ് ചെയ്ത് വരികയുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു സാമ്പിൾ ഫയൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു വേർഡ് ഫയലാണത്. ജസ്റ്റ് ഞാൻ കീബോർഡിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത ഒരു മാറ്ററാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു കളർ ഡോക്യുമെൻ്റ് ആണ്. നമ്മുടെ പ്രിന്റർ M200 ആണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതായത് മോണോക്രോം പ്രിന്ററാണ്. അപ്പോൾ ഞാനിതെല്ലാം കംപ്ലീറ്റ് സെലക്ട് ചെയ്തിട്ട് ഇത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നോർമൽ കേസിൽ പ്രിന്റ് ചെയ്യാൻ Ctrl+P എന്നുള്ള ഷോർട്ട് കീ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫയൽസിൽ പോയി കഴിഞ്ഞാൽ അവിടെ പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് പ്രിൻറ്റിംഗ് ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നോർമൽ കേസിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ ഈ പ്രിൻ്റ് എന്ന് കാണുന്ന കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് എത്ര കോപ്പീസ് വേണമെന്നുള്ളതെല്ലാം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ കാണുന്ന പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യില്ല എന്നുള്ളതും അതിലെ സൈസ് കാര്യങ്ങളെല്ലാം മാറ്റില്ല എങ്ങനെയെന്നുള്ളതും ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന് വേണ്ടി നമ്മൾ ഫയൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ Ctrl+P അല്ലെങ്കിൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ല, ഇതാണ് പ്രിൻറ്റിംഗ് സെറ്റിങ്സ് വരുന്നത്. ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിൻ്റ് ആൾ പേജസ് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് കൂടുതൽ പേജസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ പ്രിൻ്റ് ആളിന് പേജസ് എന്നാണ്. അതിന് കറൻറ്റ് പേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അവിടെ കറൻറ്റ് പേജ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ താഴെ പേജസ് എന്ന് കണ്ടില്ലേ, അവിടെ ഇപ്പോൾ കൂടുതൽ പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊന്ന് മാത്രം മതി എന്നുണ്ടെങ്കിൽ 1x1 എന്ന് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ നിങ്ങൾക്ക് പോർട്രേറ്റ് ഓറിയൻറ്റേഷൻ തന്നെ വേണ്ടതെന്നൊക്കെ ഉള്ളുണ്ട്. പിന്നെ ഈ കാണുന്ന ഇവിടെ മെയിൻ സെറ്റിങ്സ് ഉണ്ട്, പ്രിൻ്റർ സെറ്റിങ്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഈ പ്രിൻ്ററിൻ്റെ മെയിൻ സെറ്റിങ്സ് വരുന്നത്. മറ്റേത് നമ്മൾ ആദ്യം കണ്ടത് ആ സോഫ്റ്റ്വെയറിലുള്ള സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇവിടെ ആദ്യം ചോദിക്കുന്നത് ഡോക്യുമെൻറ്റ് സൈസാണ്. നിങ്ങൾക്ക് ഏത് സൈസ് ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നാണ്. A4 ഉണ്ട്, 4x6, 5 ഒക്കെ കൊടുത്തിട്ടുണ്ട്. A3+ കാണിക്കുന്നുണ്ട്, പക്ഷേ ഈ മോഡൽ പ്രിൻ്ററിൽ അത് സപ്പോർട്ടഡ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് A5, B5 ഒക്കെ സൈസുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. അതല്ല നോർമലി ഇനി A4 മാത്രം മതി എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന A4 സെലക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് ഓറിയൻറ്റേഷൻ ആണ്. പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആയിട്ടാണോ വേണ്ടത് എന്നുള്ളത് ഇതിവിടെ പ്രിവ്യൂ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ നേരെ താഴെ വരുന്നത് പേപ്പർ ടൈപ്പാണ്. ഏത് ടൈപ്പ് പേപ്പറാണ് നമ്മൾ ട്രയൽ വെച്ചിട്ടുള്ളതെന്നാണ്. ഈ മോഡൽ പ്രിൻ്ററിന് നോർമലി പ്ലെയിൻ പേപ്പർ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഗ്ലോസി പേപ്പർ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യില്ല, കാരണം ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റും അല്ലെങ്കിൽ മോണോക്രോം പ്രിൻ്ററാണ്. പിന്നെ അതിൻ്റെ താഴെ ക്വാളിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ 3 ടൈപ്പ് ക്വാളിറ്റിയാണ് മെയിനായിട്ടുള്ളത്: ഡ്രാഫ്റ്റ്, സ്റ്റാൻഡേർഡ്, ഹൈ. ഡ്രാഫ്റ്റ് പറഞ്ഞാൽ ലോ ക്വാളിറ്റി ഉണ്ടാവുക, പക്ഷേ ഇങ്കിന് കൂടുതൽ മൈലേജ് കിട്ടും, അതേപോലെ ഫാസ്റ്റ് പ്രിൻറ്റിംഗ് ആവും. പിന്നെ ഹൈ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയിൽ പ്രിൻറ്റ് ചെയ്ത് വരും, പക്ഷേ പ്രിൻറ്റിങ് സ്ലോ ആയിരിക്കും, അതേപോലെ പെട്ടെന്ന് മഷി കഴിയാൻ സാധ്യതയുണ്ട്. പക്ഷേ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ്. നോർമൽ ക്വാളിറ്റി ഉണ്ടാവും, നോർമൽ ഇങ്ക് കൺസപ്ഷൻ ഉണ്ടാവും, എന്നാൽ നോർമൽ ഫാസ്റ്റും ഉണ്ടാവുന്നതാണ്. അപ്പം സാധാരണ എല്ലാവരും ഈ ഒരു മോഡൽ പ്രിൻ്ററിൽ സ്റ്റാൻഡേർഡാണ് യൂസ് ചെയ്യുക. ഇനി നിങ്ങളുടെ പ്രിൻ്ററിൻ്റെ ഹെഡിന് വല്ല കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഹൈ വെച്ചാണ്ട് ഹൈ സെറ്റിങ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്താണ്ട് കുറച്ച് കാലം പാടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതാണ് ക്വാളിറ്റിയിൽ വരുന്നത്. പിന്നെ 2 സൈഡ് പ്രിൻറ്റിങ് ഈ മോഡലിന് പ്രിൻ്ററിൽ വരുന്നില്ല എന്ന് മീൻസ് ഈ ഫിസിക്കലി ഡ്യൂപ്ലെക്സ് പ്രിൻ്റർ അല്ല, ഇതൊരു സിംഗിൾ സൈഡ് പ്രിൻ്ററാണ്. ഇനി നിങ്ങൾക്ക് മാനുവലായിട്ട് അത് 2 സൈഡ് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഇവിടെ 2 സൈഡ് പ്രിൻറ്റിങ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വാട്ടർമാർക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെ ചെയ്യില്ല എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നെ ഈ റിവേഴ്സ് ഓർഡർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പേജുകൾ ഉണ്ടെങ്കിൽ ആദ്യം ലാസ്റ്റ് പേജ് ആയിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരിക, അങ്ങനെ അവസാനം വരുന്നത് ഫസ്റ്റ് പേജും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പിൻ ചെയ്യാനൊക്കെ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. എന്നിട്ട് പ്രിൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി നമുക്ക് 2 സൈഡ് പ്രിൻറ്റിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ മോഡൽ പ്രിൻ്ററിന് ഡ്യൂപ്ലെക്സ് യൂണിറ്റ് വരുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പേപ്പർ ട്രയൽ സിംഗിൾ പേപ്പർ മാത്രം, ഒരൊറ്റ ഷീറ്റ് പേപ്പർ മാത്രം വെക്കുക. ബാക്കി എല്ലാ പേപ്പറും റിമൂവ് ചെയ്യണം.
അതിനുശേഷം ഞാനൊരു ഡോക്യുമെൻ്റ് എടുത്തു. ഇതൊറ്റ പേജ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സെലക്ട് ആളെന്ന് കൊടുത്തതിന് ശേഷം ആദ്യം ഇതൊരു കളർ ഡോക്യുമെൻ്റാണ്, അത് ഞാൻ ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ എടുത്തു. അതായത് സെലക്ട് ആൾ കൊടുത്തതിന് ശേഷം ഇത് ഒരു കോപ്പി ചെയ്തുകൊണ്ട് നെക്സ്റ്റ് പേജിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പോഴാണിത് നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും 1/1 എന്ന് കാണിക്കുള്ളൂ. ഇപ്പോൾ അത് 1/2 എന്നാക്കിയിട്ടുണ്ട്. അതായത് 2 പേജസ് ഉണ്ട്, കണ്ടില്ലേ, 2 പേജസ് ഉണ്ട്. ഇത് രണ്ടാമത്തെ പേജ്, ഇത് ഒന്നാമത്തെ പേജ്. ഇതൊരു സാമ്പിളിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഡോക്യുമെൻ്റ് ചെയ്താലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, Ctrl+P അല്ലെങ്കിൽ ഇവിടെ ഫയലിൻ്റെ അവിടെ പോയിട്ട് പ്രിൻ്റ് എന്നുള്ള സെക്ഷനിൽ പോയിട്ട് പ്രിൻ്റ് കൊടുത്തു. പ്രിൻ്റ് കൊടുക്കുന്ന സമയത്ത് പ്രിൻ്ററിൻ്റെ സെറ്റിങ്സ് അല്ലെങ്കിൽ പ്രിൻ്ററിൻ്റെ പേര് വരുന്ന ഒരു ഭാഗമാണ് ഈ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ 2 സൈഡഡ് പ്രിൻറ്റിംഗ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്യാം. ഞാൻ ആവശ്യമില്ല, ഇനി ഇത് എനേബിൾ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്കറിയാം ഈ മോഡൽ പ്രിൻ്ററിന് 2 സൈഡ് ഡ്യൂപ്ലെക്സ് യൂണിറ്റ് വരുന്നില്ല. അപ്പോൾ അത് രണ്ടും കണക്ക് തന്നെയാണ്. അതായത് എനേബിൾ ചെയ്താലും എനേബിൾ ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടില്ല, ടിക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന പ്രിൻ്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതോടുകൂടി നമ്മളെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് പ്രിൻ്റ് കമാൻഡ് പോകുന്നതാണ്. നിങ്ങളുടെ താഴെ കാണാൻ സാധിക്കും 1/2 എന്നാണ് കാണിക്കുന്നുണ്ട്. 2 പേജസ് ഉണ്ട് ഇത്. അപ്പോൾ ഇതാ ഫസ്റ്റ് പേജ് ഇതാ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് പേജ് പിക്ക് ചെയ്യാൻ അല്ലെങ്കിൽ പേപ്പർ വലിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പേപ്പർ ഇല്ല എന്നുള്ള മെസ്സേജ്. കാരണം നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് സിംഗിൾ പേപ്പറാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു പേജ് പ്രിൻ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ പേജ് പ്രിൻ്റ് ചെയ്യാൻ പേപ്പർ ഔട്ട് എന്നുള്ളൊരു എറർ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മളിതാണ് പ്രിൻ്റ് ചെയ്ത മാറ്റർ, ഇത് നേരെ ഇതേപോലെ തിരിച്ച് വെക്കുക. ട്രയൽ അതേപോലെ സിംഗിൾ പേപ്പർ ആ പേപ്പർ തിരിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാനാണ്, കണ്ടിന്യൂ ചെയ്യാൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ തിരിച്ച് വെച്ച പേപ്പർ പിക്ക് ചെയ്താണ് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു പേജിൽ തന്നെ 2 സൈഡും പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് 2 സൈഡ് സിമ്പിളായിട്ട് പ്രിൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. എപ്സൻ്റെ M200 എന്ന പ്രിൻ്ററിൽ നിങ്ങൾക്ക് വാട്ടർമാർക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതായത് നോർമലി ഇങ്ങനെയാണ് പ്രിൻറ്റിങ് ഉണ്ടാവുക. ആ പ്രിൻറ്റിങ്ങിൻ്റെ ഡോക്യുമെൻറ്റിൽ ഇതേപോലെ കണ്ടില്ല BNK ടെക്നോളജീസ് എന്നുള്ള അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൺഫിഡൻഷ്യൽ എന്നോ അങ്ങനെ എന്തെങ്കിലും വാട്ടർമാർക്ക് പ്രിൻറ്റിങ്ങിൽ വാട്ടർമാർക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമുള്ളൊരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു വേർഡ് ഫയലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തതിന് സാധാരണ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന പോലെ Ctrl+P എന്നോ അല്ലെങ്കിൽ ഇവിടെ ഫയലിൽ പോയി ഇവിടെ പ്രിൻ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാകും, അത് ജസ്റ്റ് പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ നമുക്ക് എപ്സൺ M200 പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കണ്ടില്ലേ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ബോക്സ് ഓപ്പൺ ആയി വരും. അതിൽ ഈ മോർ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സെൻട്രലായിട്ട് കാണാൻ സാധിക്കും വാട്ടർമാർക്ക് എന്ന ഓപ്ഷൻ. നോർമലി സെറ്റിങ്സിൽ നൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്, കോൺഫിഡൻഷ്യൽ, ഡ്രാഫ്റ്റ്, അർജൻറ്റ്. ഇതിൽ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അതായിരിക്കും പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനാണെങ്കിൽ, അതായത് നമ്മളെ സ്ഥാപനത്തിൻ്റെ പേരോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ആണ് നമുക്ക് വാട്ടർമാർക്കായിട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആഡ് ഓർ ഡിലീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അവിടെ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ആ നെയിം എന്നുള്ള അവിടെ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ അവിടെ താഴെ വന്നിട്ടുണ്ട്. എന്നിട്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മുകളിൽ സേവ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴെ നമ്മളെ ടൈപ്പ് ചെയ്തത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് അത് സെലക്ട് ചെയ്താണ്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ കാണുന്ന പ്രിൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഈ വർക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രിൻറ്റിങ്ങിന് നിങ്ങൾക്ക് അത് ആ വാട്ടർമാർക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വീണ്ടും പ്രോപ്പർട്ടീസിൽ പോയിട്ട് അത് നൺ എന്നുള്ളത് കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആവശ്യമില്ലാത്ത ഡോക്യുമെൻ്റ് ആണെങ്കിലും അതിൽ വാട്ടർമാർക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് നോക്കാം. പേപ്പർ പ്രിൻറ്റ് ചെയ്ത് പുറത്തോട്ട് വന്നിട്ടുണ്ട്. യെസ്, കണ്ടില്ലേ, വാട്ടർമാർക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്താണോ സ്ഥാപനത്തിൻ്റെ പേരാണോ അത് നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.